നമ്മൾ ദിവസവും എത്ര കാഴ്ചകളാണ് കാണുന്നതല്ലേ? പക്ഷെ അതിൽ ചിലതൊന്നും നമ്മളങ്ങനെ ശ്രദ്ധിക്കാറേയില്ല. അതിലൊന്നാണ് റെയിൽവേ ട്രാക്കുകൾ. അങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുന്ന ഈ റെയിൽവേ ട്രാക്കുകളില്ലേ, അതിൻ്റെയൊക്കെ പിന്നിൽ ഭയങ്കര രസകരമായൊരു സയൻസ് ഉണ്ട്. വാ, നമുക്കതൊന്ന് നോക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ഇതൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇത്രയും കാലം എത്ര വെയിലും മഴയും കൊണ്ടിട്ടാണ് ഈ ട്രാക്കുകളൊക്കെ കിടക്കുന്നത്. എന്നിട്ടും എന്താ ഇത് മൊത്തത്തിൽ തുരുമ്പെടുത്ത് നശിച്ചു പോകാത്തത്? അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ട്രാക്കുകളുടെ ഈ ഒരു സൂപ്പർ പവർ ഉണ്ടല്ലോ, അതിൻ്റെ പിന്നിലെ ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ തന്നെയാണ്. ഇതൊരു സാധാരണ ഇരുമ്പല്ല, പകരം ഒരു സ്പെഷ്യൽ ടൈപ്പ് സ്റ്റീലാണ്. അതാണ് ഇതിൻ്റെ ഡിഫൻസിലെ, ആ ഒരു പ്രതിരോധത്തിലെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ലെയർ. അപ്പോൾ ഈ സ്റ്റീലിലെ പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് മാംഗനീസ്. ഏകദേശം ഒരു 12% വരും അത്. സാധാരണ സ്റ്റീലിലൊന്നും ഇത്രയധികം മാംഗനീസ് കാണില്ല. ഈ കൂടിയ അളവാണ് ട്രാക്കുകൾക്ക് ആ ഒരു ഭയങ്കരമായ കാഠിന്യവും ഈടും കൊടുക്കുന്നത്. ഇനി ഈ മാംഗനീസിൻ്റെ കൂടെ വേറൊരാളും കൂടിയുണ്ട്, കാർബൺ. ഏകദേശം 1% വരും അത്. അപ്പോഴാണ് ഈ മിക്സ്, ഈ ഒരു കൂട്ട് കറക്റ്റ് ആകുന്നത്. അതായത് ഈ ഒരു കറക്റ്റ് അളവിൽ മാംഗനീസും കാർബണും ചേരുമ്പോഴാണ് തുരുമ്പിനെ തടയാൻ കഴിവുള്ള നല്ല ഉറപ്പുള്ള ഒരു പ്രത്യേകതരം സ്റ്റീൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ട്രാക്കുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ കണ്ടു. ഇനി അതിൻ്റെ ആ ഒരു ഡിസൈൻ, അതിൻ്റെ ആ ഒരു രൂപം എങ്ങനെയാണ് ഇത്രയും കാലം നിലനിൽക്കാൻ സഹായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലേ, റെയിൽവേ ട്രാക്കിന് നല്ല കനവും ഭാരവും ഒക്കെയാണ്. എന്തിനാണെന്ന്? ടൺ കണക്കിന് ഭാരമുള്ള ട്രെയിനുകൾക്ക് അതിൻ്റെ മുകളിലൂടെ പോകാനുള്ളതല്ലേ. അപ്പോൾ ആ ഒരു ഭാരം താങ്ങാൻ പറ്റുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പുറത്ത് കുറച്ചൊക്കെ തുരുമ്പ് പിടിച്ചെന്ന് വെച്ച് ട്രാക്കിൻ്റെ മൊത്തത്തിലുള്ള ബലത്തിനെ അത് വലിയ കാര്യമായിട്ടൊന്നും ബാധിക്കില്ല. അത്രയുള്ളൂ. അപ്പോൾ തുരുമ്പെന്ന് പറഞ്ഞാൽ ഒരു വില്ലനാണ്, ഒരു ശത്രുവാണ് എന്നല്ലേ നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ കേട്ടോ, ഇവിടെ കഥയിൽ ചെറിയൊരു ട്വിസ്റ്റുണ്ട്. ചില സമയത്ത് ഈ തുരുമ്പ് ഒരു ഹീറോയാ. സത്യം പറഞ്ഞാൽ ട്രാക്കുകൾ തുരുമ്പെടുക്കും, കുറച്ചൊക്കെ തുരുമ്പെടുക്കും. പക്ഷേ ആശ്ചര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ തുരുമ്പാണ് ട്രാക്കിനെ വലിയ നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. നിങ്ങൾ ട്രാക്കിൻ്റെ സൈഡിലൊക്കെ ഒരു ഓറഞ്ച് ബ്രൗൺ നിറത്തിലുള്ളൊരു പാളി കണ്ടിട്ടില്ലേ? അത് ശരിക്കും ഒരു തരം നല്ല തുരുമ്പാണ്. ഇതിനെയാണ് സയൻസിൽ ലോ ലെവൽ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ തുരുമ്പിൻ്റെ പാളി ഒരു ഷീൽഡ് പോലെ, ഒരു കവചം പോലെ പ്രവർത്തിക്കും. എന്നിട്ട് ട്രാക്കിൻ്റെ ഉള്ളിലുള്ള ലോഹത്തിലേക്ക് വെള്ളമോ ഓക്സിജനോ കടക്കുന്നത് അത് തടയും. കൊള്ളാമല്ലേ? അപ്പോൾ ട്രാക്കിൻ്റെ ഒരു സ്ട്രെങ്ത് അതിൻ്റെ മെറ്റീരിയലിലും ഡിസൈനിലും മാത്രമല്ല ഒതുങ്ങുന്നത് കേട്ടോ. ഇതിനെ ആക്റ്റീവായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വേറെയും ചില കാര്യങ്ങളുണ്ട്. ഇവിടെ ശരിക്കും 2 കാര്യങ്ങൾ ഒരുമിച്ചാണ് നടക്കുന്നത്. ഒന്നാമത്തത്, ട്രെയിനിൻ്റെ വീലുകൾ എപ്പോഴും ട്രാക്കിൻ്റെ മുകളിലൂടെ ഉരുണ്ടുപോകുമ്പോൾ ആ ഭാഗം ഇങ്ങനെ പോളിഷ് ചെയ്തുപോലെ മിനുസമാകും. അപ്പോൾ അവിടെ വല്ല തുരുമ്പുമുണ്ടെങ്കിൽ അത് തനിയെ അങ്ങ് പോകും. രണ്ടാമത്തെ കാര്യം, റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായിട്ട് മെയിൻ്റനൻസ് വർക്ക് ചെയ്യും. അവർ വന്ന് ട്രാക്കുകളൊക്കെ പരിശോധിച്ച് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് തീർക്കും. പിന്നെ അധികമായിട്ടുള്ള തുരുമ്പൊക്കെ നീക്കം ചെയ്യുകയും ചെയ്യും. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, റെയിൽവേ ട്രാക്കിൻ്റെ ഈ കരുത്തിന് പിന്നിൽ ഒരു 4 ലെയർ പ്രൊട്ടക്ഷൻ സിസ്റ്റമുണ്ട്. 1, ആ ഒരു സ്പെഷ്യൽ സ്റ്റീൽ. 2, അതിൻ്റെ ആ ഒരു ഭീമാകാലമായ ഡിസൈൻ. 3, ഒരു ഷീൽഡ് പോലെ പ്രവർത്തിക്കുന്ന ആ നല്ല തുരുമ്പിൻ്റെ പാളി. പിന്നെ 4ാമത്തത്, എപ്പോഴും നടക്കുന്ന ഈ മിനുക്കുപണിയും മെയിൻ്റനൻസും. ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു ചോദ്യം മനസ്സിൽ വരും അല്ലേ? ഇതുപോലെ നമ്മൾ വലിയ കാര്യമാക്കാതെ വിടുന്ന, പക്ഷേ ശരിക്കും ഓരോ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളായ എത്രയെത്ര കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഒന്ന് ചുറ്റും നോക്കിയേ, ആലോചിച്ചു നോക്കൂ.